നിങ്ങളുടെ കൺമുന്നിൽ ഒരു സൂര്യകാന്തി പൂവ് കാണുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തീർച്ചയായും കൺമുന്നിൽ കാണുന്ന സൂര്യകാന്തി പൂവാണ്. അതിൻ്റെ മുള്ള് നിങ്ങളുടെ കയ്യിൽ തട്ടി മുറിയുന്നുണ്ടാകാം. അതൊരു ഇംപെർഫെക്റ്റ് ആണ്. ഇംപെർഫെക്ഷനാണ് ജീവിതത്തിൻ്റെ ഭംഗി. പലരിലും ഇന്നുള്ള പേഴ്സണാലിറ്റി ഒരു ഡിസോർഡറായിട്ട് തന്നെ ഒരു പെർഫെക്ഷനിലിസ്റ്റ് നിൽക്കുന്നു. അതായത് ഞാൻ ചെയ്യുന്നത് എന്തും 100% ഓക്കെ ആയിരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ അശ്ലീലം പെർഫെക്ഷൻ എന്ന വാക്കാണ്. പെർഫെക്ഷൻ എന്ന വാക്കാണ്. നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു സൂര്യകാന്തി പൂവിൻ്റെ ചിത്രം പെർഫെക്ഷനോടുകൂടി നിങ്ങളുടെ മുമ്പിൽ വരച്ച് നൽകപ്പെടും. നിങ്ങളുടെ കൺമുന്നിൽ ഒരു സൂര്യകാന്തി പൂവ് കാണുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തീർച്ചയായും കൺമുന്നിൽ കാണുന്ന സൂര്യകാന്തി പൂവാണ്. നിങ്ങൾക്ക് ആ ഇഷ്ടം ഉണ്ടാകാൻ കാരണം അത് പെർഫെക്റ്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. അതിലെ ഇലകളിൽ എവിടെയൊക്കെയോ ചില മുറിവുകൾ ഉണ്ടാകാം. അതിൻ്റെ പൂവിൻ്റെ ഇതളുകളിൽ ചിലപ്പോൾ ഒരു ഇൻസെക്റ്റ് വന്നിരിപ്പുണ്ടാകാം. അതിൻ്റെ മുള്ള് നിങ്ങളുടെ കയ്യിൽ തട്ടി മുറിയുന്നുണ്ടാകാം. അതൊരു ഇംപെർഫെക്റ്റ് ആണ്. ലോകത്തിലെ എല്ലാ ശരിയായ ക്രിയേഷൻസ്, ഭംഗിയുള്ള ക്രിയേഷൻസും ഇംപെർഫെക്റ്റ് ആണ്. എന്നാൽ നിങ്ങൾ വരച്ചെടുക്കുന്ന ഒരു സൂര്യകാന്തി പൂവ് പെർഫെക്റ്റ് ആണ്. The more you travel towards perfection, the more your originality is worsening. നിങ്ങൾ എത്രത്തോളം ഒറിജിനൽ ആകുമോ അത്രത്തോളം നിങ്ങളുടെ യഥാർത്ഥ ഭംഗി, യഥാർത്ഥ ചന്തം. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പോലും കൃത്യമായി പറയുവാൻ കഴിയാത്തത്രത്തോളം ഇംപെർഫെക്റ്റ് ആയ ഒരു കവിതയാണ് ജീവിതം. അതാണ് അതിന്റെ ചന്തം, അല്ലേ? വളരെ വളരെ എനിക്ക് തോന്നുന്നു പെർഫെക്ഷനിസം ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളൊരു വലിയ മെസ്സേജാണിത്. കാരണം പലപ്പോഴും നമ്മുടെ കോർപ്പറേറ്റ് സംസ്കാരത്തിലൊക്കെ കുറച്ചുകൂടെ പെർഫെക്റ്റായി മുന്നോട്ട് പോകണമെന്ന ഒരു ആശയം എവിടെയോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും.